മാറുന്ന ഫാഷനൊപ്പം മനസ്സ് നിറയുന്ന തിളക്കം. ആഗ്രഹിച്ച അഴകിൽ അണിഞ്ഞൊരുങ്ങാൻ ഇനി PVK ഫാൻസി. ഗ്യാരണ്ടി ആഭരണങ്ങളുടെയും ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളുടെയും വിസ്മയിപ്പിക്കുന്ന ശേഖരം. വിവാഹങ്ങൾക്കും വിശേഷങ്ങൾക്കും അണിയാൻ ട്രെൻഡി ഡിസൈനുകൾ. ഒപ്പം നിങ്ങളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ ബ്രാൻഡഡ് കോസ്മെറ്റിക്സുകളുടെ വൻ നിരയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിശ്വസ്തയോടെ മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള ആഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ PVK ഫാൻസി ആറങ്ങോട്ടുകര. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ലെന്ന ചേലക്കര MLAയും LDF സ്ഥാനാർത്ഥിയുമായ UR പ്രദീപ്. എക്സിറ്റ് പോളുകളെല്ലാം ജനം തള്ളുമെന്നും കേരളത്തിൽ മൂന്നാം LDF സർക്കാർ അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചെറുതുരുത്തിയിൽ വെച്ച് VCV ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. 2016 താൻ പരാജയപ്പെടുമെന്ന് പ്രവചിച്ച എക്സിറ്റ് പോളുകളെല്ലാം ജനം തള്ളിയ ചരിത്രമുണ്ട്. 2021 ഭരണ തുടർച്ച ഉണ്ടാകില്ലെന്ന പ്രവചനങ്ങളെയും ജനവിധി അതിജീവിച്ചു. ഇത്തവണയും എക്സിറ്റ് പോളുകൾ തെറ്റുമെന്നും ചേലക്കരയിൽ ഇടതുപക്ഷം മികച്ച വിജയം നേടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 5-ാം തീയതി സത്യപ്രതിജ്ഞയ്ക്കായി ഒരുക്കിയ പന്തലിൽ വെച്ച് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യും. പ്രവചനങ്ങളിലല്ല ജനങ്ങളിലാണ് തനിക്ക് വിശ്വാസമെന്നും UR പ്രദീപ് പറഞ്ഞു. ഇടതുപക്ഷം എക്സിറ്റ് പോളിനെ ഒരു ഗൗരവമായി എടുത്തിട്ടില്ല. കാരണം 2016 എക്സിറ്റ് പോൾ പറഞ്ഞതാണ് ചേലക്കരയിൽ UR പ്രദീപ് തോറ്റുപോകും. തൃശ്ശൂർ ജില്ലയിൽ 13 മണ്ഡലങ്ങളിലും 12 ജയിക്കും, ചേലക്കര പോകും എന്ന് അന്ന് എക്സിറ്റ് പോൾ പറഞ്ഞതാണ്. അന്നത് വളരെ ഭയത്തോടു കൂടി നോക്കിക്കണ്ടപ്പോൾ ജനം വളരെ കൃത്യമായി കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളെല്ലാം മനസ്സിലാക്കി അതനുസരിച്ച് തുടർ ഭരണം അല്ലെങ്കിൽ തുടർച്ചയായി ഇടതുപക്ഷത്തിന് സഹായിച്ച ഒരു മണ്ഡലം കൂടിയാണ്. ശേഷം 2021 നാം കണ്ടതാണ്. 2021 എക്സിറ്റ് പോൾ പറഞ്ഞതാണ് കേരളത്തിൽ വീണ്ടും UDF അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് അന്ന് പറഞ്ഞതാണ്. എന്നാൽ അതെല്ലാം ജനം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് യഥാർത്ഥ ഒരു തീരുമാനമെടുത്തത്. ഇക്കുറിയും അത് സംഭവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എക്സിറ്റ് പോളെല്ലാം അത് എങ്ങനെയാണ് അവർ കണക്കാക്കുന്നത് നമുക്കറിയുന്നില്ല. പക്ഷെ ഇവിടെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം നല്ല ഉറപ്പോടുകൂടിയാണ് പറ്റുന്നത്. നല്ല ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് അവിടെ വീണ്ടും മൂന്നാം വട്ടം ഇടതുപക്ഷ സർക്കാർ വരും എന്ന കാര്യത്തിൽ സംശയമില്ല.